ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കേരളം വിട്ട് പുറത്തൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ. അവിടെ പോയിട്ട് നമുക്ക് റൂം എടുക്കണം, അതുപോലെ തന്നെ അവിടെ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം, പിന്നെ എന്താണ് നല്ല ഫുഡ് എവിടെ കിട്ടണമെന്ന് അറിയണം അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ സംസാരിക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കറങ്ങാൻ പോകുന്നതിനെ പറയുന്നത്, കറങ്ങാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ല. നമ്മളിപ്പോൾ ചുറ്റി കറങ്ങാൻ പോവുക എന്ന് പറയുന്നതിനെ ഗൂംന എന്നാണ് ഹിന്ദിയിൽ പറയാം. ഞങ്ങൾ നാളെ കറങ്ങാൻ പോകും, കൽ ഹം ഗൂംനെ ജായെങ്കെ എന്ന് പറയാം. അപ്പം ഗൂംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റി കറങ്ങുക. ഇപ്പം നമ്മൾ റോമിംഗ് എന്നൊക്കെ പറയത്തില്ലയോ, അപ്പം അതിനെ പറയുന്നത് ഹിന്ദിയിൽ ഗൂംന എന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോവ പോലെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് കേരളം വിട്ട് ഇപ്പോൾ ഏതെങ്കിലും ആയിക്കോട്ടെ, നോർത്ത് സൈഡൊക്കെ ആണെങ്കിൽ 100% നമുക്ക് ഹിന്ദി അറിയാൻ തന്നെ വേണം അല്ലേ. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ എന്താ നോക്കുക, അവിടുത്തെ സീസണാണല്ലേ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം. ഏത് സീസണാണ്? ഇപ്പോൾ ഗോവയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറും ജനുവരി ഒക്കെയാണ്. അവിടെ ന്യൂ ഇയർ ഒക്കെയാണ് ഒത്തിരി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സീസൺ എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും പല പല മാസങ്ങളാണ് വരിക അല്ലേ. അപ്പോൾ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അർത്ഥത്തിലല്ല. നോർമലി നമ്മൾ സീസൺ എന്ന് പറയുന്നത് എന്താണ്, കാലാവസ്ഥ തന്നെയാണ് അല്ലേ. അപ്പോൾ കാലാവസ്ഥ എന്ന് ഹിന്ദിയിൽ പറയുന്നത് മോസം എന്നാണ്. ഇവിടെ നമ്മൾ അങ്ങനെ സീസൺ എന്ന് പറയുന്നിടത്ത് മോസം എന്നുള്ള വാക്ക് യൂസ് ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയില്ലേ മാങ്ങയുടെ സീസണാണ് എന്ന് പറയില്ലേ, അപ്പോൾ അവിടെ മാങ്ങയുടെ കാലാവസ്ഥയാണെന്ന് പറയില്ല അല്ലേ. അല്ലെങ്കിൽ മാംഗോൻ്റെ സീസണാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ മോസം എന്നുള്ള അർത്ഥമല്ല വരുന്നത്, കാലാവസ്ഥ എന്നുള്ള അർത്ഥമല്ല വരുന്നത്. അതിന് ഹിന്ദിയിലായാലും സീസൺ തന്നെയാണ് പറയാം. അഭി സീസൺ എന്ന് പറയുന്നത് അവർ സീസൺ എന്നും പറയണേക്കാം കേട്ടോ. എന്ന് പറയുന്നത് ആ സീസൺ എന്നുള്ള അർത്ഥം മാത്രമേ അവിടെ വരുന്നുള്ളൂ, അവിടെ കാലാവസ്ഥ എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്. ആക്ച്വലി സീസൺ എന്ന് പറയുന്നതിനെ ഹിന്ദിയിൽ മോസം എന്നാ പറയാം. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, വഹാം മോസം കേസാ ഹെ, മോസം കേസാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ. അതാണ് ഈ മോസം എന്നുള്ള വേർഡ്. ഇനിയിപ്പോൾ ഈ ഡിസംബർ ജനുവരി ഒക്കെ ആണെങ്കിൽ ഗോവയിലൊക്കെ വളരെ തിരക്കുള്ള സമയമാണ് അല്ലേ. അപ്പോൾ ഗോവയെന്നല്ല വേറെ ഏത് സ്ഥലങ്ങളായാലും നല്ല തിരക്കുള്ള സമയത്ത് നമ്മൾ പറയും അല്ലേ. പലരും നമ്മളോട് പറയും ആ സമയത്ത് അവിടെ പോകണ്ട, അവിടെ വളരെ തിരക്കായിരിക്കും അല്ലെങ്കിൽ വലിയ തിരക്കായിരിക്കും എന്നാണ് പറയണമെങ്കിൽ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം. ആ സമയത്ത് അവിടെ പോകണ്ട എങ്ങനെയാണ്, ആ സമയം ഉസ് സമയ്, ഉസ് സമയ് അവിടെ, വഹാം പോകണ്ട നഹി ജാന, ഉസ് സമയ് വഹാം നഹി ജാന എന്ന് പറഞ്ഞാൽ ആ സമയം അവിടെ പോകണ്ട എന്നുള്ളതാണ്. ഓക്കെ, അതിന് കാരണം എന്താ, ക്യൂക്കി വഹാം ബഹുത് ഭീഡ് ഹോഗി, അവിടെ വളരെ തിരക്കായിരിക്കും എന്ന് പറയാനാണ് അവിടെ ഹോഗ ഹോഗിയുടെ പ്രയോഗം വരുന്നത് കേട്ടോ. ഓക്കെ, വഹാം ബഹുത് ഭീഡ് ഹോഗി, അവിടെ വളരെ തിരക്കായിരിക്കും. ഉസ് സമയ് വഹാം നഹി ജാന, അതല്ലെങ്കിൽ നഹി ജാവോ എന്നും പറയാം കേട്ടോ. എന്ത് പറഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ, വഹാം ബഹുത് ഭീഡ് ഹോഗി. അതുമാത്രമല്ല എങ്ങനെ പറയാ, വൊഹി നെഹി, വൊഹി നെഹി, അതുമാത്രമല്ല പിന്നെ എന്താണ്, നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അല്ലേ, സീസൺ ആണെങ്കിൽ എന്താ അവിടെ എല്ലാ സാധനങ്ങൾക്കും വലിയ റേറ്റ് ആയിരിക്കും. ഇപ്പം എന്ത് വാങ്ങാനാണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഫുഡായാലും റൂം റെൻ്റ് ആയാലും എല്ലാം നല്ല റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാ പറയാ, സബ് കുച്ച് ബഹുത് മെഹങ്കാ ഹോഗ, സബ് കുച്ച് എല്ലാം എന്നുള്ള അർത്ഥത്തിലാട്ടോ. സബ് കുച്ച് ബഹുത് മെഹങ്കാ ഹോഗ എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ റേറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. മെഹങ്ക എന്ന് പറയുന്നത് വില കൂടുതൽ എന്നർത്ഥത്തിലാണ്. ഓക്കെ, അതല്ലെങ്കിൽ റേറ്റ് ജ്യാദ ഹോഗ എന്നും പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റേറ്റ് ജാദ ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്, കൂടുതലായിരിക്കും എന്ന് പറയാനായിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. ഒരുപാട് ബഡ്ജറ്റ് ഒന്നും എടുത്തിട്ടല്ല, ഒരു ചെറിയ ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മളൊരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ പോകുള്ളൂ അല്ലേ. നമ്മളൊരു ബഡ്ജറ്റിലോട്ട് ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക അല്ലേ. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടേ, റൂം എടുക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് റൂം എടുക്കണമല്ലോ. അപ്പോൾ റൂം എടുക്കുമ്പോഴും നമ്മുടെ ബഡ്ജറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, ഇവിടെ റേറ്റ് കുറഞ്ഞ റൂം എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അതായിരിക്കും ആദ്യം അന്വേഷിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിക്കാനായിട്ട് ഇവിടെ റേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞ, വില എന്നല്ല പറയാം, റേറ്റ് ആണ്. ഓക്കെ, റേറ്റ് കുറഞ്ഞ റൂം എവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ ആരോടെങ്കിലും ആയിരിക്കും നമ്മൾ ചോദിക്കാം. അപ്പോൾ ഹിന്ദിയിൽ തന്നെ ചോദിക്കേണ്ടേ അല്ലേ. ഇവിടെ കുറഞ്ഞ റേറ്റിൽ റൂം എവിടെ കിട്ടും അങ്ങനെയാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, യഹാ
കം റേറ്റ് മേ, കം റേറ്റ് മേ, കുറഞ്ഞ റേറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ, എന്താണോ വില എന്നല്ല റേറ്റ് എന്ന് തന്നെ പറയാം അല്ലേ. ഓക്കെ, കം റേറ്റ് മേ കമര, കമര എന്നാണ് റൂമിൽ പറയാ. ഇനിയിപ്പോൾ റൂം എന്ന് പറയാം, അത്രേ ഉള്ളൂ അല്ലേ. ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് വേർഡുകൾ ചലിക്കും, എന്നാൽ പോലും എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഹിന്ദി പഠിക്കുമല്ലേ, അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഹിന്ദി ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ കം റേറ്റ് മേ കമര കഹാ മിൽത്താ ഹെ, എവിടെ കിട്ടും, അല്ലെങ്കിൽ കഹാ മിലേഗ, എവിടെ കിട്ടും എന്ന് ചോദിക്കുന്നതാ. യഹാ കം റേറ്റ് മേ റൂം കഹാ മിൽത്താ ഹെ, അല്ലെങ്കിൽ കഹാ മിലേഗ. ഇനിയിപ്പോൾ കം റേറ്റ് മേ എന്നല്ലെങ്കിൽ സസ്തേമേന്നും ചോദിക്കാം കേട്ടോ. സസ്തേമേ, സസ്ത എന്ന് പറയുന്നതും വില കുറഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ്. മെഹങ്ക സസ്ത നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, അവിടെ എല്ലാം വില കൂടുതലായിരിക്കും, മെഹങ്കയായിരിക്കും എന്ന് പറഞ്ഞില്ലയോ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സസ്ത. സസ്ത എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ. അപ്പോൾ സസ്തേമേം കമര കഹാ മിൽത്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവിൽ അല്ലെങ്കിൽ റേറ്റ് കുറവിൽ റൂം എവിടെ കിട്ടും എന്ന് ചോദിക്കുന്നതാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ആ വ്യക്തി കാണിച്ചു തന്നു, നമ്മൾ ആ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? എനിക്ക് റൂം വേണം അല്ലേ. റൂം വേണം, എങ്ങനെയാ പറയാ? ഏക് കമര അല്ലെങ്കിൽ റൂം ചാഹിയേ, മുझे एक റൂം ചാഹിയേ, എനിക്ക് ഒരു റൂം വേണം എന്ന് ചോദിക്കും. അപ്പോൾ ആള് പറയുന്നത് എന്തായിരിക്കും? ഏത് വേണമെന്ന് ചോദിക്കും അല്ലേ. ഏത് വേണം, ഇപ്പോൾ എ സി ആണോ നോൺ എ സി ആണോ എന്നുള്ളത് നമ്മളോട് ചോദിക്കും. അതെങ്ങനെയാണ്? എ സിയാ ബിനാ എ സി, ബിനാ എ സി എന്നാണ് പറയാം കേട്ടോ. എ സി ഇല്ലാത്തത് എന്ന് പറയാനാണ്. ഓക്കെ, ബിനാ എ സി, എ സിയാ ബിനാ എ സി കാ, ഏതാണ് വേണ്ടത്? അപ്പോൾ ഇപ്പോൾ ഡിസംബർ ജനുവരി മാസത്തിലൊന്നും എ സിയുടെ ആവശ്യമില്ല. ഇനി എ സി വേണമെങ്കിൽ അങ്ങനെ അല്ലേ, നമ്മൾ അത് പറയുന്നു. എ സി റൂം അല്ലെങ്കിൽ ബിനാ എ സി കാ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എ സി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് റേറ്റ് ചോദിക്കും അല്ലേ. രണ്ടിൻ്റെ റേറ്റ് ചോദിക്കും. കിത്തനാ ഹെ, എ സി കിത്തനാ ഹെ, എത്രയാണ്? 2000. ഇപ്പോൾ എന്താ പറയുന്നത്, ഗോവയിലൊക്കെ നോർമൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ 2000 കിട്ടും. അതല്ല സീസണിലാണെങ്കിൽ കിട്ടത്തില്ല അല്ലേ. അതിപ്പോൾ എവിടെയായാലും അങ്ങനെയാണ്, റൂമിനൊക്കെ റേറ്റ് കൂടും. എന്നാലും നോർമൽ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റേറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, എ സി ആണെങ്കിൽ 2000 എന്ന് പറയും. 2000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000. ഓക്കെ, 1000 എന്ന് പറഞ്ഞാൽ 1000, 2000 എന്ന് പറഞ്ഞാൽ 2000. ബിനാ എ സി 1200, ബിനാ എ സി 1200. എന്താ പറഞ്ഞേ? നോൺ എ സിക്ക് എത്രയാണ്? 1200 എന്ന് പറഞ്ഞാൽ 1200 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1200 എന്ന് എഴുതിയപ്പോൾ എന്തായി? 1200 എന്നാണ് കേട്ടോ. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അത് കേട്ട് നമ്മൾ 1200 എന്ന് പറയുമ്പോൾ ഒരിക്കലും 100 വെച്ചിട്ട് ചിന്തിക്കരുത്. അത് 1200 എന്നാണ് കേട്ടോ. ചിലർ പറയും 1200 എന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ, അതല്ലെങ്കിലും 1200 എന്ന് പറയും അല്ലേ. ശരി, അത് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കുന്നു, എ സിയോ നോൺ എ സിയോ നമ്മൾ എടുക്കുന്നു. ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത്? ആ ഏരിയയിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് അറിയണം അല്ലേ. ഇപ്പോൾ ഒരു പ്രാവശ്യം പോയ വ്യക്തിക്കാണെങ്കിൽ അവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളിലാണ്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ഇപ്പോൾ ഒട്ടും പോകാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് പോയാലും അവിടെ ചെന്ന് നമുക്കൊരു ഡൗട്ട് അടിക്കും അല്ലേ. ഏതായിരിക്കും ആദ്യം കാണണ്ടേ, അതല്ലെങ്കിൽ ഏതൊക്കെയാണ് അടുത്തുള്ളതെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നൊരു ബുദ്ധിമുട്ടാണ്. ഒരാളവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, എങ്ങനെയാണ്? യഹാ കോൺസെ ചീസെ ദേഖ്നെ കോ മിലേംഗെ എന്നുള്ളൊരു സെന്റൻസ് ആണ് ചോദിച്ചാൽ മതി കേട്ടോ. യഹാ കോൺസെ ചീസെ ദേഖ്നെ കോ മിലേംഗെ, കാണാനായിട്ട് കിട്ടും എന്നുള്ളതാണ്. അവിടെ കോൺസെ ചീസെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ. ഗോവ പോലെയുള്ള ഏരിയയിൽ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറയാം. അഗോഡ ഫോർട്ട്, അതുപോലെ തന്നെ ബാഗ ബീച്ച്, അതുപോലെ ബോം ജീസസ് ചർച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ പറയുക, എല്ലായിടത്തും ഓടിയെത്താനൊന്നും പറ്റണം എന്നില്ല അല്ലേ. ബീച്ചുകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത്. യഹാം കോൺസെ ചീസെ ദേഖ്നെ കോ മിലേംഗെ. അതല്ല, ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ചോദിക്കാനാണെങ്കിലോ, യഹാം കോൺസെ ജഗേ ദേഖ്നെ കെ ലിയേ ഹെ. യഹാം ദേഖ്നെ കെ ലിയേ കോൺസെ ജഗേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് ഏതെല്ലാം സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ്. ജഗഹ് എന്ന് പറയുന്നതാണ് സ്ഥലം. ഓക്കെ, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം. അതുപോലെ പ്രദേശം എന്നാണ് പറയണമെങ്കിൽ ഇലാക്ക എന്നാട്ടോ പറയാം. ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശം. ഓക്കെ, അപ്പോൾ യഹാം ദേഖ്നെ കെ ലിയേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കോൺസെ ജഗേ ഹെ, ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആദ്യം ഇവിടെ പോകണം, ആദ്യം എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെ ചോദിക്കുക? പെഹലെ കഹാൻ ജാനാ ഹെ, ആദ്യം എവിടെയാണ് പോകേണ്ടത് നമ്മൾ എല്ലാവരും ചോദിക്കും അല്ലേ. എന്തായാലും നമുക്ക് അറിയണം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ പെഹലെ കഹാൻ ജാനാ ഹെ, ആദ്യം
എവിടെ പോകണം എന്ന് ചോദിക്കും. ആ പോകുന്നത് നമ്മളൊരു മ്യൂസിയത്തിലോട്ടാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, മ്യൂസിയം അല്ല, ഇപ്പോൾ ആ ചർച്ചിലാണെങ്കിലും അവിടെയൊക്കെ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടൈമിംഗ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബീച്ചിലോട്ടാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോട്ടാണ് പോയിട്ടാണ് അങ്ങോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ടൈമിംഗ് തീർന്നിട്ടുണ്ടാവും, അകത്ത് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്, പല പല സ്ഥലങ്ങളിൽ നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ താജ്മഹൽ കാണാനായിട്ട് ഫ്രൈഡേ അവിടെ അകത്തേക്ക് കയറ്റില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല, നമ്മൾ എല്ലായിടത്തും കറങ്ങുന്നുണ്ട് എന്നാൽ പോലും ഫ്രൈഡേ കയറാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഫോട്ടോ എടുത്ത് വന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പോകുന്നവിടുത്തെ ടൈമിങ് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ ടൈമിങ് എങ്ങനെയാണെന്ന് ചോദിക്കുക, വളരെ സിമ്പിളാണ്. ആ വഹാക്ക ടൈമിംഗ് ക്യാ ഹേ, ടൈമിംഗ് ക്യാ ഹേ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കിത്തനെ ബജേസ് കിത്തനെ ബജേ തക്കെ, കിത്തനെ ബജേസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണി മുതൽ, സേ എന്ന് പറഞ്ഞാൽ മുതൽ. ഓക്കെ, കിത്തനെ ബജേ എത്ര മണി എന്ന് ചോദിക്കുന്നതാ. കിത്തനെ ബജേസെ എത്ര മണി മുതൽ, കിത്തനെ ബജേ തക് എത്ര മണി വരെ, തക്ക് എന്ന് പറഞ്ഞാൽ വരെ, അതാണ് ഈ സേയും തക്കും. ഓക്കെ, കിത്തനെ ബജേസെ കിത്തനെ ബജേ തക് അങ്ങനെ ചോദിച്ചാലും മതി. അപ്പോൾ അവർ പറയും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബഹ് 10 बजे से शाम को 5 बजे तक, सुबह 10 बजे से शाम को 5 बजे तक रहेगा. रहेगा എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അവിടെ കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകേണ്ടത്, അതിനുശേഷം എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ്? ഉസ്കെ ബാദ് കഹാം ജാനാ ഹേ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലേ. അതിനുശേഷം എവിടെ പോകണം? അപ്പോൾ ആ വ്യക്തി പറയാണ് ഉസ്കെ ബാദ് ബീച്ച് മേ ജാന അച്ഛാ ഹേ. ബീച്ച് മേ ഒരു ദിവസം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കറങ്ങില്ലല്ലോ അല്ലേ. അപ്പോൾ ബീച്ചാണ് പറയണമെങ്കിൽ നമ്മൾ ചോദിക്കും, അവിടെ ഒത്തിരി ബീച്ചുകളുണ്ട്. അപ്പോൾ ഏത് ബീച്ചാണ് നല്ലത് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. ഏത് ബീച്ചാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് ബീച്ചാണ് അടുത്ത്, ഇവിടെ അടുത്ത് ഏതാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കണം അല്ലേ. അപ്പോൾ ഏത് ബീച്ചാണ് നല്ലത്? കോൺസ ബീച്ച്, ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് കോൺസ. കോൺസ ബീച്ച് അച്ഛാ ഹേ, കോൺസ ബീച്ച് അച്ഛാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബീച്ചാണ് നല്ലത്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ കോൺസ ബീച്ച് പാസ് മേ ഹേ അടുത്ത് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അതല്ലെങ്കിൽ നസ്ദീഖ് മേ ഹേ, നസ്ദീഖ് എന്ന് പറയുന്നതും അടുത്ത് എന്ന് പറയുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? കോൺസ ബീച്ച് പാസ് മേ ഹേ അല്ലെങ്കിൽ കോൺസ ബീച്ച് നസ്ദീഖ് മേ ഹേ, ഏതാണ് ഏത് ബീച്ചാണ് അടുത്ത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മളിപ്പോൾ ഗോവയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഗ ബീച്ചാണ് പ്രിഫർ ചെയ്യുക അല്ലേ. ബാഗ ബീച്ചാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ അവരത് പറഞ്ഞു തരും. ഇനി അതല്ല, ഇവിടെ അടുത്താണോ എന്ന് എങ്ങനെ ചോദിക്കുക? നമ്മൾ ചോദിച്ചല്ലോ കോൺസ ബീച്ച് നസ്ദീഖ് മേ ഹേ, ഏത് ബീച്ചാണ് അടുത്ത് എന്ന് നമ്മൾ ചോദിച്ചു. അതല്ല, ഇപ്പം നമ്മളോട് ബീച്ചിലേക്ക് പോകാൻ പറയുമ്പോൾ വേറെ പല സ്ഥലങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ ഗോവ ആയതുകൊണ്ടാണ് നമ്മൾ പല പല ബീച്ചുകളെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലേ. ഇപ്പം മറ്റൊരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ നമ്മളോട് പറയാണ് ബീച്ച് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ഏത് ബീച്ചാണ് നല്ലതെന്നല്ല ചോദിക്കുക അല്ലേ, ബീച്ച് അടുത്താണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ബീച്ച് അടുത്താണോ, ബീച്ച് നസ്ദീഖ് മേ ഹേ ക്യാ, നസ്ദീഖ് മേ ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ അടുത്താണോ, യഹാം നസ്ദീഖ് മേ ഹേ ക്യാ എന്നാണ് ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ പാസ് മേ ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്താണോ എന്ന് ചോദിക്കുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ, ചെറിയ ചെറിയ പർച്ചേസിങ് എന്തായാലും നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾ പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് അതല്ലേ. നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ മലയാളം സംസാരിക്കാൻ അവർ ട്രൈ ചെയ്യുമെങ്കിലും നമ്മളെന്തായാലും ഹിന്ദി സംസാരിക്കാൻ ട്രൈ ചെയ്യാറില്ല അല്ലേ. അപ്പോൾ അവർ പറയുന്ന പൈസയും കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ പലർക്കും വരാറുണ്ട്, എല്ലാവർക്കും നല്ല പറയുന്നത്. എന്നാൽ പോലും ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ക്യാപ്പ് കണ്ടു, നമുക്ക് ഇഷ്ടമായി, നമ്മൾ ആ ക്യാപ്പിന് എത്രയാണെന്ന് ചോദിക്കണം അല്ലേ. അത് വാങ്ങണമെങ്കിൽ എത്രയാണെന്ന് ചോദിക്കുകയാണ് നമ്മൾ. എത്രയാണെന്ന് എങ്ങനെ ചോദിക്കുക? ഇസ്കോ കിത്തന ഹേ, ഇതിന് എത്രയാണ്? ഇസ്കോ കിത്തന ഹേ, ഇതിന് എത്രയാണെന്നാണ്. അപ്പോൾ അവർ ഒരു റേറ്റ് പറയാണ്, 250. എത്രയാ പറഞ്ഞേ? 250. മനസ്സിലായോ? അതല്ലെങ്കിൽ പറയും 250. 250 എത്രയാ പറഞ്ഞേ? 250. സോ എന്ന് പറഞ്ഞാൽ 100, 200 എന്ന് പറഞ്ഞാൽ 200, 50 എന്ന് പറഞ്ഞാൽ 50. ഓക്കെ, അപ്പോൾ 250 എന്ന് പറഞ്ഞാണ് 250. ഈ 250 തന്നെയാണ് എന്ത് 250 എന്ന് പറയുന്നത്. ചില ആൾക്കാർ അങ്ങനെ പറയും, ചില ആൾക്കാർ ഇങ്ങനെ പറയും. അപ്പോൾ നമുക്ക് തോന്നിയാൽ അതൊരു 250 രൂപയ്ക്കുള്ള സാധനമൊന്നുമില്ല, ഒരു 150 രൂപയ്ക്ക് കിട്ടിയാൽ ബെസ്റ്റ് ആയിരുന്നു എന്ന്. കാരണം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നമ്മളൊരു സ്ഥലത്തേക്ക് പോയിരിക്കുവാണ്, നമുക്കത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ
റേറ്റ് കുറച്ച് അധികം പറയണേ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ആ സാധനം 150 രൂപയ്ക്കാണ് വേണമെങ്കിൽ നമ്മൾ 1 കിലോ 150 രൂപയ്ക്ക് അത് ചോദിക്കരുത്. അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. വേറെ ഒന്നുമല്ല, അവരത് തരാൻ പോകുന്നില്ല. നമ്മൾ 150 രൂപയ്ക്ക് ചോദിച്ചാൽ അവരെന്തിനു തരും? ഓൾറെഡി അവർ ഇത്രയും അറിയാം നമ്മൾ റേറ്റ് ബാർഗനിങ് ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഒരു റേറ്റ് ബാർഗനിങ് ഇല്ലാതെ കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നവർ. കടകളോ ഫുട്പാത്തോ എവിടെയായിക്കോട്ടെ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും കേരളം വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനവും റേറ്റ് ബാർഗനിങ് ഇല്ലാതെ വാങ്ങണേ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങളായാലും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അവർ പറയുന്ന റേറ്റിൽ ഒരിക്കലും സാധനം വാങ്ങി വരാറില്ല. അവരതനുസരിച്ചിട്ട് കൂടുതൽ റേറ്റ് ആയിരിക്കും നമ്മളോട് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അതിന് കാണുന്നൊരു വിലയുണ്ട്, അതിന് നമുക്ക് ആ സാധനം കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കയറി 150 രൂപയ്ക്ക് തരുമോ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു 100 രൂപയ്ക്ക് തന്നെ ചോദിക്കണം. 100 രൂപയ്ക്ക് കിട്ടില്ല നമുക്കും അറിയാം അല്ലേ. പക്ഷേ നമ്മൾ 100 രൂപയ്ക്ക് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ച വിലയ്ക്ക് അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനൊക്കെ എന്ത് വേണം? കുറച്ച് കാര്യങ്ങൾ നമുക്ക് റേറ്റ് ബാർഗനിങ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം. ഹിന്ദിയിൽ അവരോട് സംസാരിക്കാൻ അറിഞ്ഞാൽ, ഇപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ അത്രയ്ക്ക് അവരങ്ങോട്ട് വളഞ്ഞു തരില്ല. നമ്മൾ കുറച്ച് ഹിന്ദിയൊക്കെ മിക്സ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ആ സെയിൽ നടക്കും. കാരണം നമ്മൾ വിചാരിച്ച പ്രൈസിന് അവർ തരും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡൈസോ എന്ന് പറഞ്ഞാൽ 250 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? ഭയ്യ ആ ബഹുത് മെഹങ്ക ബത്താരേ, ബഹുത് മെഹങ്ക ബത്താരേ എന്ന് പറഞ്ഞാൽ മെഹങ്ക, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, വില കൂടുതൽ. ആ ബഹുത് മെഹങ്ക ബത്താരേ. ബയ്യാന്ന് നമ്മൾ നോർമലി നമ്മളൊക്കെ ബയ്യാന്ന് പറയും. അതല്ല വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബായി എന്ന് വിളിക്കാം കേട്ടോ. ചെറിയ പിള്ളേരെ കയറി ബയ്യാന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ബായ് ആ ബഹുത് മെഹങ്ക ബത്താരേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വലിയ റേറ്റ് പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ആ മെഹങ്ക എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേർഡാണ് ബഹുത് ജ്യാദ ബത്താരേ. ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ, അത്രേ ഉള്ളൂ. ബഹുത് ജ്യാദ ബത്താരേ. ബത്താരേ എന്നും പറയാം, അല്ലെങ്കിൽ ബോൾറേ എന്നും പറയാം. ഏതാണ് നമുക്ക് സ്യൂട്ടായിട്ട് വരുന്നത് അത് പറയാം കേട്ടോ. ബോൾന അല്ലെങ്കിൽ ബത്താന, ഇത് രണ്ടുപേരും അർത്ഥം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഹമേ ദോ ചായേ. നമുക്ക് 2 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹമേ എപ്പോൾ പോയാലും നമ്മൾ ഒരെണ്ണമായിട്ടല്ലല്ലോ വാങ്ങുക അല്ലേ. ഹമേ ദോ ചായേ സോക്കോ ദീജിയേ. എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് 2 എണ്ണം വേണം. എങ്ങനെയാണ് പറഞ്ഞേ? ഹമേ ദോ ചാഹിയേ. ഞങ്ങൾക്ക് 2 എണ്ണം വേണം. ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം. ഓക്കെ. സോക്കോ ദീജിയേ എന്ന് പറഞ്ഞാൽ 100 തരൂ എന്നുള്ളതാണ്. 100 രൂപയ്ക്ക് തരൂ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ഇല്ല, തരാൻ പറ്റില്ല എന്ന് തന്നെ പറയും അല്ലേ. സോക്ക് നൈ ചെലേക, സോക്ക് നൈ ചെലേക. ലോക്കലായിട്ട് അങ്ങനെ പറയുള്ളൂ കേട്ടോ. സോക്ക് നൈ ചെലേക, 100 രൂപയ്ക്ക് നടക്കില്ല എന്ന് പറയുന്നതാ. അപ്പോൾ നമ്മൾ പിന്നെയും ചോദിക്കുമല്ലേ, നമുക്ക് എന്തായാലും ഇത് കിട്ടിയല്ലേ പറ്റൂ. ഭയ്യ ദോ ചായേ ദേ ദീജിയേ സോക്ക് ദീജിയേ എന്നൊക്കെ ചോദിക്കും. 100 രൂപയ്ക്ക് തന്നാലും എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് റിക്വസ്റ്റോട് കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ദേദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂ എന്നുള്ള അർത്ഥത്തിലായി. അപ്പോൾ കുറച്ചും കൂടി റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ദേ ദീജിയേ അല്ലെങ്കിൽ ദീജിയേ എന്നൊക്കെയുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം കേട്ടോ. ദേന എന്നുള്ള വാക്കിൻ്റെ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സോക്കോ ദീജി. അപ്പം അദ്ദേഹം പറയുന്നത് 2 എണ്ണം എടുക്കുകയല്ലേ, അതുകൊണ്ട് 150 തരാം. ഓക്കെ, 2 എണ്ണം എടുക്കുന്നത് കൊണ്ട് 150 തരാം. അപ്പം എങ്ങനെയാ? ആപ് ലോഗ് ദോ ലേ രേന, ആപ് ലോഗ് ദോ ലേ രേന. ആ ഒരു ഫ്ലോ ആണത് കേട്ടോ. ആ ലായൊക്കെ കൂട്ടി സംസാരിക്കുന്നത്. ആപ് ലോഗ് ദോ ലേ രേന ഇസിലിയേ 150 ലേലോ. എന്താ പറഞ്ഞത്? നിങ്ങൾ 2 എണ്ണം വാങ്ങുമല്ലേ, അതുകൊണ്ട് ഇസ്ലിയേ, അതുകൊണ്ട് 150 ലേലോ. 150 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെങ്കിൽ 150. 150നേക്കാളും കൂടുതൽ പറയുന്നത് 150 ആണ് കേട്ടോ. അപ്പോൾ 150 എന്ന് പറയുന്നത് 150 എന്നുള്ള അർത്ഥത്തിലാണ്. 150 അതല്ലെങ്കിൽ 150, 150. ഇസ്സെ കം നഹീ ഹോഗ, ഇസ്സെ കം നഹീ ഹോഗ. എന്താ പറഞ്ഞ ആള്? ഇസ്സെ കം നഹീ ഹോഗ. ഇതിനേക്കാളും റേറ്റ് കുറയില്ല. നമ്മൾ ഓൾറെഡി 100 രൂപയ്ക്കല്ലേ ചോദിച്ചത്. അപ്പോൾ ആള് പറയാണ് 2 എണ്ണം എടുത്തത് കൊണ്ട് 150 രൂപയ്ക്ക് തരാം, പക്ഷേ ഇതിനും റേറ്റ് കുറയില്ല. ഇസ്സെ കം നഹീ ഹോഗ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് കിട്ടി. അങ്ങനെ ഒരു ചെറിയൊരു പർച്ചേസിങ്ങിന് പറയേണ്ട കാര്യങ്ങളാട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെയുള്ള പർച്ചേസിങ്ങിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ഫ്ലുവൻസി കുറച്ചും കൂടി വലുതാക്കി എടുക്കാൻ പറ്റും. ആക്ച്വലി ഞാൻ ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്പാത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കാനോ എവിടെ പോയാലും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് മടിയില്ലാണ്ട് സംസാരിക്കാനും പറ്റും.
കുറച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളോടാണ്. ഇപ്പം നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ, ഇപ്പോൾ ഞാൻ എറണാകുളത്തായതുകൊണ്ട് എനിക്ക് ബ്രോഡ്വേയുടെ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ബ്രോഡ്വേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ കേട്ടോ, ആ ഏരിയയിലൊക്കെ ഒത്തിരി ഹിന്ദിക്കാർ പയ്യന്മാരുണ്ടാവും ഈ കമ്മൽ വിൽക്കാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ ഹിന്ദിക്കാരാണ്. ഞാൻ വിചാരിക്കാറുണ്ട് ഹിന്ദി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് സാധിക്കുന്നില്ല എന്ന്. പുറത്തുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകളും പുറത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെയുള്ള ആളുകളാണ് കൂടുതൽ. അവരെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമായതുകൊണ്ടാണ് അവർ നമ്മുടെ ക്ലാസ് കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ മലയാളികളിൽ ഒരുപക്ഷെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ പുറത്ത് കാണുന്ന ഹിന്ദിക്കാരോട് നമ്മളെപ്പോഴും കാണുന്നില്ലേ, വെജിറ്റബിൾ വാങ്ങാൻ പോകുമ്പോഴും അതുപോലെ ഈ ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോഴും എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ഹിന്ദിക്കാരനോട് നിർത്തിയിട്ടുണ്ടാവാം. നമ്മൾ ചെറിയ രീതിയിലൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കും മടിയില്ലേ? എന്തിനാ മടി വേണേ? അവർ നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്നില്ലയോ? അവർക്ക് വല്ല മടിയുണ്ടോ മലയാളം സംസാരിക്കാൻ? അല്ലെങ്കിൽ ചെറിയ മലയാളത്തിൽ അവർ നമ്മളോട് സംസാരിക്കുന്നില്ലേ? അപ്പം അതിലെന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് കേട്ടിട്ട് വല്ലതും തോന്നാറുണ്ടോ? അത്രേ ഉള്ളൂ. നമ്മൾ ഒട്ടും മടി കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ കുറച്ചൊക്കെ ഹിന്ദി സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന അപ്പാട് ശരിയാവാൻ വേണ്ടിയിട്ടല്ല. കാരണം ഒരുപാട് നമ്മുടെ അകത്ത് ഉണ്ട് കാര്യങ്ങൾ. പക്ഷെ ഇത് പുറത്തോട്ട് വരാൻ ഈ ക്ലാസ്സുകൾ കാണുന്നവർക്ക് എല്ലാവരുടെയും അകത്ത് എനിക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് പുറത്തോട്ട് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ പ്രോബ്ലം. ഞാൻ പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഇതാണ്. എവിടെ ചെന്നാലും, ഇപ്പോൾ ഹോട്ടലിലാണെങ്കിൽ അവിടെ പയ്യന്മാരുണ്ടാവും അല്ലേ, വെള്ളം വേണമെങ്കിൽ വെള്ളം ചോദിക്കാം നമുക്ക്. ബൈ തോടെ പനി ദീജിയേ എന്ന് പറയാം. അതല്ലെങ്കിൽ ബൈ ഇതറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബയ്യോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതറാന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ എന്ന് പറയുന്ന ആ ചെറിയ കാര്യങ്ങൾ. കാരണം അവർക്ക് മലയാളം അറിയാം. ഇപ്പം നമുക്ക് മുഴുവൻ ഹിന്ദി അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. അവർക്ക് മലയാളം അറിയാം. നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടും. ഓക്കെ, ഒരുപാട് അവസരം ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അതല്ലാതെ കേരളത്തിന് പുറത്തുള്ളവർക്ക് മാത്രമേ ഹിന്ദി സംസാരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്ത ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മളിപ്പോൾ ഗോവയോ അതിലപ്പുറത്ത് എന്താ പറയുക, കേരളത്തിന് പുറത്ത് എവിടെയോ കിടന്ന് കറങ്ങുക അല്ലേ, സോറി. അപ്പോൾ നമ്മൾ അടുത്തത് നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഫുഡ് അല്ലേ. നല്ല ഫുഡ് എവിടെ കിട്ടുക എന്നുള്ളത് നമ്മൾ എന്തായാലും അന്വേഷിക്കും. ഗോവയൊക്കെ ആണെങ്കിൽ എന്താണ്, മലയാളി ഫുഡ് തന്നെ നമുക്ക് അവിടെ കിട്ടും അല്ലേ. അപ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളി ഫുഡ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാൽ പോലും മലയാളി ഫുഡ് ഉള്ളിടത്ത് നമ്മൾ കൂടുതലും അന്വേഷിച്ചെത്തും. സൗത്ത് ഇന്ത്യൻ ഫുഡ് നമ്മൾ അന്വേഷിച്ചെത്തും അല്ലേ. അപ്പോൾ നല്ല ഫുഡ് എവിടെ കിട്ടും എന്നിങ്ങനെ ചോദിക്കുക. വളരെ സിമ്പിൾ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നല്ല ഫുഡ് അച്ഛാ കാന എവിടെ കിട്ടും? എവിടെയെന്ന് ചോദിക്കാനായിട്ട് കഹാം കിട്ടും, മിലേഗ. അച്ഛാ കാന കഹാം മിലേഗ. നല്ല ഫുഡ് എവിടെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചോദിച്ച വ്യക്തി പറയാണ്, ഇവിടെ നിന്ന് നേരെ ഒരു 1/2 കിലോമീറ്റർ പോയ ഒരു ഹോട്ടലുണ്ട്. എങ്ങനെ പറയാം? ഇവിടെ നിന്നും നേരെ 1/2 കിലോമീറ്റർ പോയ ഒരു മലയാളി ഹോട്ടലുണ്ട്. അപ്പം ഇവിടെ നിന്നും യഹാസെ നേരെ സീതേ എന്നാ പറയാം. നേരെ എന്ന് പറയാനായിട്ട് സീതേ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. യഹാസെ സീതേ 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നമുക്കറിയാം അല്ലേ. ഹാഫിനെ പറയുന്നത് ആധാ എന്നാണ്. ഓക്കെ, 1/2 കിലോമീറ്റർ സീതേ ഗയേ തോ നേരെ പോവുകയാണെങ്കിൽ വഹാ ഏക്ക് മലയാളി ഹോട്ടലേ, അവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഹോട്ടലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ, കുറച്ച് ലേറ്റ് ആവും. എപ്പോഴും നമ്മൾ ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഫുഡൊന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇനിയും ടൈം എടുക്കുമോ എന്ന് ചോദിക്കും അല്ലേ. നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ അറിയാതെ വീണു പോകുന്ന കുറേ സെൻറ്റൻസുകളാണ് ഇതെല്ലാം. ഇതൊന്നും നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കുന്നതല്ല അല്ലേ. ഇനി കുറേ സമയം എടുക്കുമോ, അല്ലെങ്കിൽ ഇനി എത്ര സമയം എടുക്കും എന്നൊക്കെ ചോദിക്കാനാണെങ്കിൽ ബായ് ഓർ കിത്തന സമയം ലേഗേഗ, ഇനി എത്ര സമയം എടുക്കും, ഓർ കിത്തന സമയ് ലേഗേഗ. എടുക്കും എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. എടുക്കുക എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത്. എത്ര ടൈം ആവും എന്ന് ചോദിക്കുന്നതിനാണ് അവിടെ ലഗേഗ എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഓർ കിത്തന സമയ് ലഗേഗ, ഇനി എത്ര സമയം എടുക്കും. അതിപ്പോൾ ഹോട്ടലിലല്ല, എവിടെ വേണമെങ്കിലും, ഇപ്പോൾ ബസ് വരാനാണോ എന്തിനായിക്കോട്ടെ, നമ്മൾ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുന്നതിന് ഈ ഒരു സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുക. ഓർ കിത്തന സമയം ലഗേഗ, ഇനി എത്ര സമയം എടുക്കും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ.
അപ്പോൾ നമുക്ക് ചോദിക്കാം അവർക്ക് ഇത്ര സമയം ലഗേगा, ഇനി എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുന്ന. അതുപോലെ തന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു കാര്യമാണല്ലേ ചൂടുവെള്ളം. ഇപ്പം നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെയാണ് ചൂടുവെള്ളം കളക്ട് ചെയ്യണേ അല്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കുക? ചൂടുവെള്ളം, ഹോട്ട് വാട്ടറിനെ ഹിന്ദിയിൽ പറയുന്നത് ഗരം പാനി എന്നാണ്. ഗരം പാനി, തോടെ ഗരം പാനി ദീജിയെ, ഇതിൽ റിക്വസ്റ്റ് രൂപമാണെങ്കിൽ ദീജിയെ അല്ലെങ്കിൽ ദേദോ എന്നും പറയാം. തോടെ ഗരം പാനി ദേദോ എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം തരൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ തണുത്ത വെള്ളത്തിന് ആവശ്യമുള്ള സമയത്താണെങ്കിൽ ठंडा पानी കേട്ടോ. ठंडा पानी എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം. ഗരം പാനി, ठंडा पानी. ഓക്കെ, അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. ഇനി നമുക്ക് ഇപ്പോൾ ബീച്ച് ഏരിയയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഗോവയാണെങ്കിൽ തന്നെ നമ്മൾ പോകേണ്ടത് അടുത്തത് ബീച്ചിലേക്കായിരിക്കും അല്ലേ. ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 5 മണിയോടുകൂടി നമുക്ക് ബീച്ചിലെത്തണം. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെയുള്ളൊരു സ്പെഷ്യൽ എന്താണ്, ഈ സീസൺ ടൈമിലൊക്കെ അവിടെ വൈകുന്നേരം DJ പാർട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് അവിടെ എത്തണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? DJ പാർട്ടി എപ്പോൾ തുടങ്ങും എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പം ഹോട്ടലിലെ പയ്യനോടോ ആരോടെങ്കിലും നമ്മൾ ചോദിക്കുകയാണ് DJ പാർട്ടി DJ എപ്പോൾ തുടങ്ങും എന്ന് ചോദിക്കാനായിട്ട്. എങ്ങനെയാ? എപ്പോൾ തുടങ്ങും, കബ് ശുരു ഹോഗി, ഹോഗ ഹോഗി എന്നുള്ളതാട്ടോ. ഇവിടെ പാർട്ടി എന്നുള്ള വേർഡ് സ്ത്രീലിംഗ വേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഹോഗി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കബ് ശുരു ഹോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ കഴിയും, ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ പ്രോഗ്രാമോ എപ്പോൾ കഴിയും എന്ന് ചോദിക്കാനാണെങ്കിൽ കബ് ഖതം ഹോഗ, കബ് ഖതം ഹോഗ, കബ് ശുരു ഹോഗ. ഈ 2 വേർഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ശുരു ഹോന എന്ന് പറയുന്നത് തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലും ഖതം ഹോന എന്ന് പറഞ്ഞാൽ കഴിയുക എന്നുള്ള അർത്ഥത്തിലുമാണ്. ക്ലിയർ ആവുന്നു കേട്ടോ. അപ്പോൾ DJ പാർട്ടി കബ് ശുരു ഹോഗി, DJ അല്ലെങ്കിൽ DJ കബ് ശുരു ഹോഗി, DJ എപ്പോൾ തുടങ്ങും എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ 1-2 ദിവസത്തെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളൊന്നും നമുക്ക് പോയി തീരാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളൊന്നും കവർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ പോലും ഒരുവിധമൊക്കെ നമ്മൾ കറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന സ്ഥലങ്ങളാണെങ്കിൽ കൂടെയുള്ളവരൊക്കെ പറയുമല്ലോ അയ്യോ നമ്മൾ അവിടെ പോയില്ലല്ലോ. ഇപ്പോൾ അഗോഡ ഫോർട്ടാന്ന് വിചാരിക്കാം. ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച് അഗോഡ ഫോർട്ട് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പറയുമല്ലേ അയ്യോ നമുക്ക് അവിടെ കൂടി പോകുമായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, കുറച്ച് സമയമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ നിന്ന് അഗോഡ ഫോർട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ്? ഇവിടെ നിന്നും അവിടേക്ക് എത്ര ദൂരമുണ്ട്? യഹാസെ വഹാ തക് അല്ലെങ്കിൽ അഗോഡ ഫോർട്ട് തക് കിത്തനി ദൂരെ, എത്ര ദൂരമുണ്ട്? അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന വ്യക്തി പറയുകയാണ് എന്തെന്ന്, ഏകദേശം ഒരു 10 കിലോമീറ്റർ, ഏകദേശം ഒരു 10 കിലോമീറ്റർ. ഏകദേശം എന്നുള്ളൊരു വേർഡിന് ഹിന്ദിയിൽ പറയുന്നത് ലഗ്ബഗ് എന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെൻറ്റൻസ് തന്നെയാട്ടോ ഇത്. 1-2 പ്രാവശ്യം റിപ്പീറ്റേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് ബൈഹാർട്ടായി വരും കേട്ടോ. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പിന്നെയും ഓരോ സിറ്റുവേഷനിലും കയറ്റി കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം 10 കിലോമീറ്റർ, ലഗ്ബഗ് 10 കിലോമീറ്റർ ഹേ. അപ്പോൾ നമ്മൾ പറയാം അങ്ങനെയാണെങ്കിൽ അവിടെയും കൂടി പോയിട്ട് വരാം അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെയും കൂടി പോയേക്കാം. എങ്ങനെയാ? ऐसा है तो वहाँ भी जाएंगे, ऐसा है तो वहाँ भी जाएंगे. ഇങ്ങനെയാണെങ്കിൽ അവിടെയും പോവാം എന്ന് പറയുന്നതാണ്. ऐसा है तो वहाँ भी जाएंगे, അവിടെയും കൂടെ പോവാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ അതും കൂടി ഒന്ന് പോയി കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കാം ഞങ്ങൾ നാളെ പോകും. എങ്ങനെയാ പറയാം? ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ പറയും അല്ലേ നമ്മൾ നാളെ പോകും. എങ്ങനെയാ പറയാ? കൽ ഹം വാപ്പസ് ജായെങ്കെ, നാളെ ഞങ്ങൾ തിരിച്ചു പോകും. അതല്ല ഇപ്പം നാട്ടിൽ നിന്നൊരു കോള് വരികയാണ്, നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോൾ വരും? അപ്പോൾ നമ്മൾ പറയാണ് നാളെ ഞങ്ങൾ തിരിച്ചെത്തും, നാളെ ഞങ്ങൾ തിരിച്ചെത്തും. അപ്പോൾ എങ്ങനെയാ പറയണ്ടേ? കൽ ഹം വാപ്പസ് പഹുഞ്ചേങ്കെ. ഇവിടെ നമ്മൾ ജായെങ്കെ എന്നല്ല പറയാം. ജായെങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും എന്നാണ്. അപ്പോൾ എത്തും എന്ന് പറയാനായിട്ട് പഹുഞ്ചന എന്ന വാക്കാണ് അതിൻ്റെ ഫ്യൂച്ചർ രൂപം, പഹുഞ്ചേങ്കെ. ഓക്കെ, കൽ ഹം വാപ്പസ് പഹുഞ്ചേങ്കെ, നാളെ ഞങ്ങൾ തിരിച്ചെത്തും അല്ലെങ്കിൽ ഗർ പഹുഞ്ചേങ്കെ, വീട്ടിലെത്തും എന്ന് പറയാനായിട്ട്. ക്ലിയർ ആയോ? ഇനി നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പരസ്പരം പറയാം അല്ലേ സൂപ്പർ ട്രിപ്പായിരുന്നു. എങ്ങനെ പറയാം? സൂപ്പറായിരുന്നു എന്ന് പറയാനായിട്ട് മസ്ത്, മസ്ത് ട്രിപ്പ് താ, മസ്ത് എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ പറയുന്ന കേട്ടോ. അതല്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാനായിട്ട് അച്ഛ, അതല്ലെന്നുണ്ടെങ്കിൽ ബഡിയാ താ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ലത് എന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് സൂപ്പർ എന്ന് പറയാനായിട്ടാണ് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അച്ഛാ താ, മസ്ത് താ അല്ലെങ്കിൽ ബഡിയാ താ എന്നൊക്കെ പറയാം. ഓക്കെ,
അപ്പോൾ മക്കളൊക്കെയാണെങ്കിൽ പറയുമല്ലോ, മക്കളെന്നല്ല ഇപ്പം നമ്മളായാലും പറയും അടുത്ത വർഷം ഇവിടെ വരണം, അടുത്ത വർഷവും വരണം. എങ്ങനെ പറയാം? അടുത്ത വർഷം അകലെ സാൽബി യഹ ആനാ ഹെ, അടുത്ത വർഷവും ഇവിടെ വരണം. അകലെ സാൽബി യഹ ആനാ ഹെ, എവിടെ പോയാലും നമ്മൾ പറയല്ലേ ഇനിയും വരണം അല്ലേ, ഇനിയും വരണം. എങ്ങനെ പറയാ? ഓർബി ആനാ ഹെ, ഓർബി ആനാ ഹെ, ഇനിയും വരണം. പക്ഷെ പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പോകുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. അത്രയും നമുക്ക് ഇഷ്ടമായാൽ മാത്രമേ നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷം വേറെ വല്ല സ്ഥലം നോക്കിയിട്ടേ പോവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകേണ്ട സ്ഥലമാണെങ്കിൽ നമ്മൾ പറയും ഓർബി ആനാ ഹെ, ഇനിയും വരണം എന്ന് പറയുന്ന. അതുമല്ല, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, ചില ആളുകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും അല്ലേ, ഈ സ്ഥലം നിങ്ങൾ എന്തായാലും പോയി കാണണം കേട്ടോ, തീർച്ചയായും പോയി കാണണം, അത്ര നല്ല സ്ഥലം എന്നൊക്കെ പറയില്ലേ. അതെങ്ങനെ പറയാ? ഉസ് ജഗഹ് ആപ് ലോഗ് ജറൂർ ജാനാ ഹെ, ആ സ്ഥലത്ത് ഉസ് ജഗഹ് മേ. ഓക്കെ, ഉസ് ജഗഹ് മേ അല്ലെങ്കിൽ വോ ജഗഹ് മേ രണ്ടും പറയാം കേട്ടോ. ആപ് ലോഗ് ജറൂർ ജാനാ ഹെ, ജറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും, തീർച്ചയായും എന്ന് പറയില്ലയോ, അതാണ് കേട്ടോ. നിർബന്ധമായും പോകണം. കാരണം എന്താ? വോ ഘൂമനെ കെ ലിയെ ബഹുത് അച്ഛാ ജഗഹ ഹെ, ഘൂമനെ കെ ലിയെ കറങ്ങാൻ വേണ്ടി കേട്ടോ. വോ ഘൂമനെ കെ ലിയെ ബഹുത് അച്ഛാ ജഗഹ ഹെ, അത് കറങ്ങാൻ വേണ്ടി വളരെ നല്ല സ്ഥലമാണ് എന്ന് പറയുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കുറച്ച് അർത്ഥങ്ങൾ, ഇപ്പോൾ ജഗഹ് എന്ന് പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ, ഗൂംന എന്ന് പറയാൻ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇതൊക്കെ ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന വേർഡുകളാണ്. ഗൂംന അല്ലേ, ഗൂംന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങാൻ പോണേനെയാണ്. ജഗഹ് എന്ന് പറയുന്നത് പോകുന്ന സ്ഥലത്തിനെയാണ്. അതിപ്പോൾ ഏത് സ്ഥലം ആയിക്കോട്ടെ, ഇപ്പം ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിന് ആ ജഗഹ് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി കാണും. എന്നാൽ പോലും ഇപ്പോഴും പലരിലും കുറേ കാര്യങ്ങൾ ഡൗട്ടായിട്ടുണ്ടാവും അല്ലേ. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാതെ പോയ ഒത്തിരി സെൻറ്റൻസുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ ആയിട്ട് വേണ്ടത്, ഏതൊരു സിറ്റുവേഷനാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അത് പ്രയോറിറ്റി കൊടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഈ ഒരു വീഡിയോയും എനിക്കൊരു കമൻറ്റിൽ നിന്ന് വന്നിരുന്നതാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള റിപ്ലൈയും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിപ്ലൈ എഴുതി ഇടുന്നേക്കാളും നല്ലത് മറ്റുള്ളവർക്ക് കൂടി എല്ലാവർക്കും കൂടി ഒരു ഉപകാരപ്രദമാവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്തെടുക്കാണ്ട് മറന്നു പോരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. എനിക്ക് അധികം ആരും ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ അത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്താൽ ഉപകാരമായിരുന്നു. അപ്പോൾ അതുകൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.